അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 18. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബശ്ശിരിൽ ലദീന ആമനൂ അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം ഖാലൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറും മുബീൻ. സദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സൂറത്ത് യൂനുസിലെ 2-ാം വചനമാണ്. മുത്തുനബിയോടായി അള്ളാഹു പറയുന്നു, വബശ്ശിരിൽ ലദീന ആമനൂ, നബിയെ തങ്ങൾ വിശ്വാസികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം, സുവിശേഷം നൽകണം. അന്നലഹും ഖദമ സിദ്ഖിൻ, തീർച്ചയായും അവർക്ക് ഒരു പതറാത്ത പാദമുണ്ടെന്ന് പറയണം. പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു പതറാത്ത പാദം. ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുത്ത്. സ്വാഭാവികമാണ്, നാം ഒരു വഴുക്കുന്ന പാറയിലൂടെ കൂട്ടുകാരോടൊത്ത് നടന്നു നീങ്ങുമ്പോൾ നമ്മുടെ കാലൊന്ന് വഴുതിപ്പോയാൽ എന്താണ് നമ്മൾ ചെയ്യുക? തൊട്ടടുത്തുള്ളവന്റെ കാലിൽ പിടിക്കും. അയാൾ കരുത്തനും ശക്തനുമാണെങ്കിൽ അയാൾക്ക് നമ്മെ താങ്ങി നിർത്താനാവും, നമ്മെ രക്ഷിക്കാനാവും, നാം വീഴുന്നതിൽ നിന്ന് നമ്മെ രക്ഷിക്കാനാവും എന്നതൊരു വലിയ സത്യമാണ്, യാഥാർത്ഥ്യമാണ്. അതേസമയം നമ്മുടെ തുല്യബലമുള്ളയാളെയാ പിടിച്ചത്, അല്ലെങ്കിൽ നമ്മളെക്കാൾ ബലം കുറഞ്ഞയാളെയാണ് പിടിച്ചത്, ദുർബലനെയാണ് പിടിച്ചതെങ്കിൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? അയാളും കൂടെ വീണ് തല പൊട്ടലായിരിക്കും. അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഖദമു സിദ്ഖ്, പതറാത്ത പാദമുണ്ട് നിങ്ങൾക്ക്. ആരാണ് മുസ്ലിമീങ്ങൾക്ക് പ്രയാസഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയ പതറാത്ത പാദം? ബഹുമാനപ്പെട്ട ഖതാദ റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു, മുഖാത്തിബിൽ ഹയ്യാൻ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു ഖദമു സിദ്ഖ് എന്ന്. ഈ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശ്യം മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുഹമ്മദ് നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. മുത്തുനബി നമ്മുടെ ഏറ്റവും വലിയ അത്താണിയാണ്. അതെ, സയ്യിദുന ഉഖ്ബ റളിയല്ലാഹു അൻഹു തന്റെ ദഅവത്തിന്റെ സുദീർഘമായ യാത്രയിൽ ഓരോ നാടുകൾ മോചിപ്പിച്ച് സുഡാനിലെത്തുമ്പോൾ അവിടെ വെച്ച് പറഞ്ഞു, ഇവിടെ വെച്ച് ഇവരെ മുസ്ലിമാക്കി നമ്മളങ്ങ് പോയതുകൊണ്ട് അവരാ ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവില്ല. അങ്ങനെയുള്ള ഒരു നാട്ടുകാരാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ഖൈറുവാനിലേക്കെത്തി മഹാനവറുകൾ പറഞ്ഞു, ഇവിടെ നമുക്ക് തമ്പടിക്കാം, ഏതാനും ആളുകൾക്ക് ഇവിടെ താമസമാക്കണം, മുസ്ലിമീങ്ങളുള്ള ഒരു പട്ടണമാക്കി ഇതിനെ മാറ്റണം, നമ്മൾ കുറച്ചുപേർ ഇവിടെ താമസിക്കുകയും കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉഖ്ബ റളിയല്ലാഹു അൻഹു, ഉഖ്ബ റളിയല്ലാഹു അൻഹു തന്റെ ആളുകളെ മുഴുവനും വിളിച്ചു ചേർക്കുകയാണ്. എന്നിട്ട് അവിടെ ഒരു പട്ടണം സ്ഥാപിക്കണമെന്ന അഭിപ്രായത്തിലേക്ക് വരുമ്പോൾ അവർ പറഞ്ഞു, എവിടെയാണ് സ്ഥാപിക്കുക? കാണിച്ചു കൊടുത്തു, ചൂണ്ടിക്കൊടുത്തു. ആ സ്ഥലം പൂർണ്ണമായും കാട് മൂടിക്കിടക്കുകയായിരുന്നു. മഹാനവറുകളോട് കൂട്ടുകാർ പറഞ്ഞു, അവിടെ എങ്ങനെയാ നമ്മൾ താമസിക്കുക? തേളുകളും പാമ്പുകളും വന്യമൃഗങ്ങളും നിറഞ്ഞു കിടക്കുന്ന ഈ വലിയ ഫോറസ്റ്റിൽ പോയി നമുക്കെങ്ങനെയാ താമസിക്കാൻ കഴിയോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അത് പ്രശ്നമല്ല, ഞാൻ വരാം. അദ്ദേഹം തന്റെ കൂടെയുണ്ടായിരുന്ന തന്റെ സൈന്യത്തിലെ 18ഓളം വരുന്ന സ്വഹാബാ കിറാമിനെ എല്ലാവരെയും വിളിച്ചിട്ട് ഉഖ്ബ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഈ 18ഓളം ആളുകൾ ആ വലിയ വനത്തിൽ പോയി പറയുന്നു, അയ്യത്തുഹൽ ഹശറാത്തു വസ്സിബാൾ. ഉഖ്ബയാണ് പറയുന്നത്, അയ്യത്തുഹൽ ഹശറാത്തു വസ്സിബാൾ, ഓ വന്യമൃഗങ്ങളെ, ഇഴജന്തുക്കളെ, പ്രാണികളെ, ഞങ്ങളെ ശല്യം ചെയ്യാൻ നിൽക്കുന്ന നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, നഹ്നു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബിമാരാണ്, അവിടുത്തെ പ്രിയപ്പെട്ട സഖാക്കളാണ്, കൂട്ടുകാരാണ്. അതുകൊണ്ട് ഫർഹലു അന്ന, നിങ്ങൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് സ്ഥലം കാലിയാക്കണം, യാത്ര പോകണം. ഫഇന്നാ നാസിലൂൻ, കാരണം ഞങ്ങളിവിടെ വീട് വെച്ച് കൂടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ ഇറങ്ങി താമസിക്കാൻ പോവുകയാണ്, ഞങ്ങളുടെ ജീവന് നിങ്ങളുടെ സാന്നിധ്യം ഭീഷണിയാകുമെങ്കിൽ നിങ്ങൾ കൂടൊഴിഞ്ഞു തരണം. ഫമൻ വജദ്നാഹു ബഅദു ഖതൽനാഹു, ഇനി ഇങ്ങനെ പറഞ്ഞിട്ടും ഇനിയും നിങ്ങളെ ഇവിടെ കാണുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊന്നുകളയും. പറഞ്ഞില്ലെന്ന് പറയരുത്. ജനങ്ങൾ കണ്ടത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. ഉഖ്ബത്ത് ഇതങ്ങ് പറഞ്ഞപ്പോഴേക്ക് കാനസ്ബഉ യഹ്മിലു അഷ്ബാല വദ്ദിബു യഹ്മിലു അജ്റാഅ വൽഹയ്യതു തഹ്മിലു ഔലാദഹ, അതാ വന്യമൃഗങ്ങൾ, പുലിയും കരടിയും സിംഹവുമൊക്കെ അതിന്റെ മക്കളെ പുറത്ത് ഏറ്റിക്കൊണ്ട്
അതേ ചെന്നായ അതിന്റെ മക്കളെ പുറത്തേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട്, സർപ്പങ്ങൾ അതിന്റെ മക്കളെയൊക്കെ പുറത്തു വെച്ചുകൊണ്ട് ഉഹും ഖാരിജൂന അസ്റാബൻ അസ്റാബ, അതാ വേഗം കൂട്ടം കൂട്ടമായി അവർ പുറപ്പെടുകയാണ്. ഇങ്ങനെ പോയതിന്റെ ശേഷം അവർ ഉഖ്ബത്ത് റളിയല്ലാഹു അൻഹുവും തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും 40 വർഷം ലാ യറൗന ഫീഹാ ഹയ്യത്തൻ വലാ അഖറബ, ഒരു പാമ്പിനെയോ തേളിനെയോ കാണാത്ത രൂപത്തിൽ അവരവിടെ താമസിച്ചു എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊരത്ഭുതം! അതേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലാക്കിയവരെ സംബന്ധിച്ചിടത്തോളം ഹബീബ് അവർക്ക് പതറാത്ത പാദമാണ്. അതേസമയം മുത്തുനബിയുടെ ഈ മഹത്വങ്ങളൊന്നും മനസ്സിലാക്കാത്തവരോ, ആയത്തിന്റെ അവസാനം അള്ളാഹു പറയുന്നു വഖാലൽ കാഫിറൂൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ മഹത്വങ്ങളൊന്നും മനസ്സിലാക്കാത്ത അന്തമില്ലാത്ത നന്ദികെട്ട വർഗം പറയും ഇന്ന ഹാദാ ലസാഹിറും മുബീൻ, ഈ മനുഷ്യൻ അത്ര വലിയ സംഭവമൊന്നുമല്ല, ഇദ്ദേഹം ഒരു തെളിഞ്ഞ മാരണക്കാരനാണ് എന്ന് പറഞ്ഞ് കൊച്ചാക്കാനുമാണ് മുതിരുക. സദഖല്ലാഹുൽ അദീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.